ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ കാഡ്രോ സ്റ്റുഡിയോ ചാനൽ. നമുക്ക് പുതിയൊരു ചാനൽ കൂടി ഉണ്ട്, കാഡ്രോ സ്റ്റുഡിയോ അക്കാദമി എന്ന് പറഞ്ഞിട്ട്. കാഡ്രോ അക്കാദമി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അപ്പോൾ പറ്റുന്ന ആളുകൾ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചാനലിൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഓർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിച്ചു വരുന്നത് ബ്ലെൻഡറിലേക്ക് എങ്ങനെ നമുക്ക് സ്കെച്ചപ്പ് ഫയൽ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൽ റെൻഡർ ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചില യൂട്യൂബിൽ ഓൾറെഡി കുറേ ഇംഗ്ലീഷിൽ തന്നെ കുറേ വീഡിയോസ് കാണാം. എന്നാലും നമ്മുടെ ഒരു വർക്ക് ഫ്ലോ വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് പറയുന്നത്. എന്നാലും എല്ലാം ലോജിക്കലാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. സോ അധികം നമ്മൾ ഇൻട്രൊഡക്ഷൻ നൽകാതെ വേഗം നമ്മുടെ കാര്യത്തിലേക്ക് വരാം. സോ ഞാൻ ബ്ലെൻഡർ എൻ്റെ കയ്യിലുള്ളത് ബ്ലെൻഡർ 4. ബ്ലെൻഡർ ലേറ്റസ്റ്റ് വെർഷൻ 5 ആണ്. സ്റ്റേബിൾ വെർഷൻ അല്ല, ബീറ്റ വെർഷൻ ആണ്. ഓക്കെ, എനിവേ ബ്ലെൻഡർ 4.5 ആണെങ്കിലും 5 ആണെങ്കിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ എൻ്റെ സ്ക്രീനിൽ കാണുന്നത് എൻ്റേതായ ഒരു ഇൻ്റർഫേസ് ആണ്, ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇൻ്റർഫേസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി പറയുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഇൻ്റർഫേസ് ആണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ കാഡ്രോ അക്കാദമി എന്ന ചാനലിൽ നമ്മൾ ഓൾറെഡി കോഴ്സ് എല്ലാം നടത്തുന്നുണ്ട്. അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് അറിയാം. സോ എനിവേ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ മോഡലിംഗ് അല്ല അറിയേണ്ടത്, ജസ്റ്റ് സ്കെച്ചപ്പിൽ നിന്ന് ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതും അതിൽ നിന്ന് റെൻഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അത്തരം വിഷയങ്ങൾ മാത്രം നമുക്ക് സംസാരിക്കാം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബ്ലെൻഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലത്തെ സ്ക്രീനാണ് കാണുന്നുണ്ടാവുക. സോ അതിനുവേണ്ടി ഞാൻ ന്യൂ ലേഔട്ടിലാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഇവിടെ മാത്രം നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും. ഇവിടെ ഇത്രയും കളർഫുൾ ആയിട്ട് ഇതുപോലെ കളക്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ഇത് ഞാൻ ഇതുപോലെ മുന്നേ കസ്റ്റം ചെയ്ത് വെച്ചതാണ്. നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം വേണ്ട കളക്ഷൻസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ പ്ലാനും ഡെക്കറും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ഇതിൽ 2 ലേഔട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഏതിനാന്നൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ച് വേറെ ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. എനിവേ നമുക്ക് ഇന്ന് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ നിങ്ങൾ ജസ്റ്റ് ബ്ലെൻഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല, എന്നാൽ ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെ ഇൻ്റർഫേസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡറിൻ്റെ ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ എല്ലാം മുന്നേ ഞാൻ തന്നിട്ടുണ്ട്. സ്കെച്ചപ്പ് ആഡ് ഓൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ സ്കെച്ചപ്പ് ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മുന്നേ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ വർക്ക് ഫ്ലോ ആണ് പറയുന്നത്. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ ഓൾറെഡി. ഓക്കെ, ചെറിയൊരു ആഡ് ഓൺ ആണ്, നിങ്ങൾക്ക് ഓൺലൈനിൽ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ നേരെ ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ സെക്കൻഡ് സ്ക്രീനിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഫുള്ളാക്കി ലോഡ് ചെയ്തു. എനിക്ക് വേണ്ട ഫയൽ ഈ ഫയലാണ്, ശ്രീബിൻ. ഓക്കെ, ഈ ഒരു ഫയൽ ഞാൻ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഇത് 2 ടിക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഈ സീൻ ആസ് ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ബ്ലെൻഡറിൽ സ്കെച്ചപ്പിൽ എന്തെങ്കിലും സീൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്ലെൻഡറിലേക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ട് ആവാനും അത് ക്യാമറ ആയിട്ട് കൺവേർട്ട് ആവാനും കൂടിയിട്ടുള്ളതാണിത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ആവും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ക്യൂബ് ഇതിനെ ഡിലീറ്റ് ചെയ്യണമായിരുന്നു, കാരണം ഈ ക്യൂബ് നമുക്ക് ആവശ്യമില്ല. ഞാനത് കളയാൻ മറന്നതാണ്. കുഴപ്പമില്ല, നിങ്ങൾക്കത് അതിന് ശേഷം ആണെങ്കിലും ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇത് ലോഡിംഗ് ആണോ അല്ലേ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് വെക്കുക, സ്ക്രോൾ ചെയ്തിട്ട്. പക്ഷെ ഒന്നും ലോഡ് ആവുന്നില്ല, ഒന്നും സൂം ആവുന്നില്ല. കാരണം ഇതിൽ ഓൾറെഡി അപ്പുറം ലോഡിങ് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്റ്റക്കായി പോയിട്ടുണ്ട്. ഒരു അര സെക്കൻഡിനുള്ളിൽ അര മിനിറ്റിനുള്ളിൽ തന്നെ ഇതെല്ലാം ലോഡാവും. ഇപ്പം നമുക്ക് എല്ലാം ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോഡായി വന്നപ്പോൾ ഒരു പുതിയ ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതായത് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ സംഭവം കാണാം, ഇവിടെയും കാണാം. രണ്ടും നമ്മൾ വ്യത്യസ്ത യൂസ് കേസിൽ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ 2 വെച്ചിട്ടുള്ളത്. നിങ്ങളെ ചിലപ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ, ഒന്നാണെങ്കിലും കുഴപ്പമില്ല. ഇത് വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക സംഭവങ്ങൾ വന്നതൊക്കെ. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകണം, ഇപ്പോൾ നമ്മൾ അറിയാണ്ട് ക്യൂബ് അവിടെ തന്നെ വെച്ചല്ലോ. ആ ക്യൂബ് നമുക്ക് ആവശ്യമില്ല ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ആ ക്യൂബ്. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ സ്കെച്ചപ്പിൽ നമുക്ക് ക്യൂബിന് പകരം ഒരു കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ ഉണ്ടാവാറുണ്ട്. ഇതും നമുക്ക് ആവശ്യമില്ല, അതും നമുക്ക് ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാം. സ്കെച്ചപ്പിൽ അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ മോഡൽ അതും ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ സ്കെച്ചപ്പിൽ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഉണ്ടാവുക, ആ ഫയൽ ഒന്നാകെ കറക്റ്റ് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അനാവശ്യം തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പോഴേ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, പുറത്തിരിക്കുന്ന ചില മെഷേഴ്സ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ തൽക്കാലം കൊടുക്കുന്ന മെഷേഴ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക.
ക്ലീനിങ് ആണ് ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഫയൽസ് എല്ലാം കളഞ്ഞു. ഇനി നമ്മൾ ഹൈഡ് ആയിരിക്കുന്ന, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതെല്ലാം കളഞ്ഞു, ഇനി ഹിഡൻ ആയിട്ടിരിക്കുന്ന ചില ഒബ്ജക്ട്സ് ഉണ്ട്, അതും നമ്മൾ ക്ലീൻ ചെയ്ത് കളയണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ഈ ഒരു ഫോൾഡറിലേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്ന ഫോൾഡറിൽ നമുക്ക് എല്ലാ ക്യാമറാസും കാണാം. സീൻസ് എന്ന് പറഞ്ഞിട്ടാണ് പേരുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ആവശ്യമുണ്ട്. തൽക്കാലം അതെല്ലാം അവിടെ തന്നെ ഇരിക്കട്ടെ. സോ അതൊന്ന് കൊളാപ്സ് ചെയ്തിട്ട് മിനിമൈസ് ചെയ്യുന്നു. ഓക്കെ, അത് കൊളാപ്റ്റഡ് ആയി. ഇനി ഇത് ഒരു സംഭവമുണ്ട്, ഇത് ഓൾറെഡി ഇൻആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പം ഞാനത് ഓൺ ആക്കുന്നില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടുള്ളൂ. ഇപ്പം നമുക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാമറയുടെ ഫോൾഡർ കണ്ടു, നമ്മൾ കൊളാപ്സ് ചെയ്ത് ഒഴിവാക്കി. രണ്ടാമത്തെ നമ്മൾ തൊടാൻ പോകണമെന്നില്ല. മൂന്നാമത് ഇരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ കാണാം, ഹൈഡ് ആയിട്ട് ഇരിക്കുന്നത് ഉണ്ടാവും. ഇങ്ങനെ ഹൈഡിൻ്റെ ചിഹ്നമാണിത്. അപ്പോൾ ഹൈഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇതാ ഓരോന്നോരോന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അൺഹൈഡ് ചെയ്ത് വരുന്നതാണ്. അടുത്ത ലൈൻ ഇത് അവിടെ വന്നു. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യാനാൽ കുറേ ടൈം എടുക്കും. അപ്പം നമുക്ക് ഒരുമിച്ച് ഒറ്റയടിക്ക് എല്ലാത്തിനെയും പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അതാണ് ആൾട്ട് എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡാണ്. ആൾട്ട് എച്ച് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക. ആൾട്ട് എച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുങ്ങിയിരിക്കുന്ന, അതായത് നമ്മൾ കാണാത്ത പലതും പുറത്തേക്ക് വന്നു. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യണം. നേരെ പോയിട്ട് നമ്മൾ ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റോട് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഡിലീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈൻ നമ്മൾ ഓഫ് ചെയ്യണം. ഈ ലിങ്കിങ് നമ്മൾ കളയണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു ഇതിനെ ഞാൻ മൂവ് ചെയ്യാനും ബ്ലെൻഡറിൽ ജി ആണ് ക്ലിക്ക് ചെയ്യുക. ജി എന്ന് പറഞ്ഞാൽ ഗ്രാബ് എന്നുള്ള അർത്ഥമാണ്. കണ്ടോ, ഞാൻ ഇത് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ വേറെ ഒബ്ജക്റ്റ് അവിടെ താഴെ മൂവ് ആവുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? അങ്ങനെ പല ഒബ്ജക്റ്റും ഈ ഒരു എംപ്റ്റി മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അങ്ങനെ ഇത് പല ഒബ്ജക്റ്റുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. കണ്ടോ? അപ്പോൾ നമുക്ക് അത് ഒഴിവാവണം, ഈ ലിങ്കിങ് ഒഴിവാണ്. നമുക്കിത് മാത്രമേ ആവശ്യമില്ലാത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ള ട്യൂട്ടോറിയൽസിലൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ ക്ലീൻ ചെയ്ത് ഒഴിവാക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ആൾട്ട് ടച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ, കാണാത്തത് നമ്മൾ കൊണ്ടുവന്നു, കണ്ടത് നമ്മൾ ഒഴിവാക്കി. ഇനി കാണാത്തത് നമുക്ക് ഒഴിവാക്കാണ്ട് ഇപ്പോൾ നമ്മൾ കാണാത്തതിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്കിതൊക്കെ കാണാം. ഇനി ഇത് ഓരോന്ന് പോയിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതെല്ലാം കൂടി സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവും. കാരണം ഇതിൽ ഒരുപാടുണ്ട്. കണ്ടോ, ഇവിടെ ഒക്കെ ഉണ്ട് ആ സംഭവം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ നമുക്ക് അത്യാവശ്യം സമയം എടുക്കും, ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈസി ആയിട്ട് ഒറ്റയടിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മുമ്പ് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ലൈനും കൂടി കളയാനുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇത് സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആദ്യം ഒരെണ്ണം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഷിഫ്റ്റ് ജി പറഞ്ഞ ഷോർട്ട് കട്ട് ഉണ്ട്. ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഇതിനർത്ഥം. ഷിഫ്റ്റ് ജി. നേരത്തെ പറഞ്ഞ ജി എന്തായിരുന്നു? മൂവ് ചെയ്യാനുള്ളത്. ഗ്രാബ് എന്നാണ് അതിൻ്റെ അർത്ഥം, ഗ്രാബ്. ഓക്കെ, പക്ഷെ ഷിഫ്റ്റ് ജി കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഗ്രാബ് അല്ല, അവിടെ ഗ്രൂപ്പാണ്. സെലക്റ്റഡ് ഗ്രൂപ്പ് എന്നുള്ള ഷോർട്ട് കട്ട് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത് അതിൽ നമ്മൾ ടൈപ്പ് ക്ലിക്ക് ചെയ്യണം. ഇതിൽ ഒരു ലിസ്റ്റ് വരും, ആ ലിസ്റ്റിൽ ടൈപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തതിൻ്റെ സെയിം ടൈപ്പ് എല്ലാ സംഭവങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈൻസിനെ ഒഴിവാക്കാം അല്ലേ? പക്ഷേ ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് സെലക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഞാൻ ജസ്റ്റ് ജി ക്ലിക്ക് ചെയ്യണം. നേരത്തെ പറഞ്ഞ ഗ്രാബ് ഇത് ക്ലിക്ക് ചെയ്ത് ഞാൻ മൂവ് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സോ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നഷ്ടപ്പെടും. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ നേരെ ചെയ്ത സ്റ്റെപ്പിൽ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് മിസ്സായി പോകും. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഒരെണ്ണം ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് ജി ക്ലിക്ക് ചെയ്ത് ഈ ടൈപ്പ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അതായത് എ ക്ലിക്ക് ചെയ്യുക. എ എന്ന് പറഞ്ഞാൽ ഓൾ എന്നുള്ള മീനിങ് ആണ്. ഓൾ. എ ക്ലിക്ക് ചെയ്യുക. എ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെലക്ട് ആവും. ഓക്കെ, ഓൾ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എ ക്ലിക്ക് ചെയ്തപ്പോൾ എല്ലാം സെലക്ട് ചെയ്യും. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഷോർട്ട് കട്ട് ആൾട്ട് പി ആണ്. ആൾട്ട് പി. അപ്പോൾ നേരത്തെ പരിചയപ്പെട്ടത് ആൾട്ട് എച്ച് ആണ്. അതിനുശേഷം നമ്മൾ പരിചയപ്പെട്ടത് ജി പരിചയപ്പെട്ടു, അതുപോലെ ഷിഫ്റ്റ് ജി പരിചയപ്പെട്ടു. ഷിഫ്റ്റ് ജി പറയുമ്പോൾ നമ്മൾ സെയിം ടൈപ്പ് ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് നോട്ട് ചെയ്താൽ മാത്രം മതി. ഇത് എന്തിനാന്നുള്ളതും അവിടെ ടൈപ്പ് ചെയ്ത് എഴുതി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ എ ക്ലിക്ക് ചെയ്തു. എ എന്ന് പറയുമ്പോൾ എല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എ. ജസ്റ്റ് എ മാത്രം. എ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റി. ഇനി ഇതിൽ യൂസ് ചെയ്യേണ്ടത് ആൾട്ട് പി ആണ്. ഓക്കെ, ഈ പി എന്താണെന്നുള്ളത് ഞാൻ പറയാം. ആൾട്ട് പി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിയർ പാരന്റ് എന്നുള്ള സംഭവം വരും. ഈ പാരന്റിങ് ആണ് ഇപ്പോൾ ഈ ലൈൻസ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ആ രണ്ടാമത്തെ ഓപ്ഷനിൽ നമുക്ക് ആ ലൈൻസ് ഒക്കെ പോയി. ഓക്കെ, ഇനി നമുക്ക് ധൈര്യത്തിൽ എന്ത് ചെയ്യാം, നേരത്തെ ക്ലിക്ക് ചെയ്ത സെയിം ഷോർട്ട് കട്ട് Shift+G ക്ലിക്ക് ചെയ്യാം, അതിൽ ടൈപ്പ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്തായി, നമുക്ക് ഈ ഈ കൈൻ്റെ എല്ലാ ടൈപ്പും എംറ്റീസും സെലക്ട് ചെയ്യാൻ പറ്റി. ഞാൻ G ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്തപ്പോൾ ഒന്നും അതിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് കൺഫേം ആയി. നേരത്തെ മൂവ് ചെയ്തപ്പോൾ എല്ലാ ഫർണിച്ചേഴ്സും കൂടെ വന്നതാണ്, ഇപ്പോൾ ഒരു ഫർണിച്ചറും ഇല്ല. എനിക്ക് ധൈര്യത്തിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അത്രയും 53 ഒബ്ജക്ട്സ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി, ക്ലീൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ പ്രൗഡ് ചെയ്യാം, കാരണം നമ്മൾ അത്രയും ക്ലീൻ ചെയ്തല്ലോ. Ctrl+S ക്ലിക്ക് ചെയ്തു, അപ്പോൾ സേവ് ആയി. നമ്മൾ ഫയൽ ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് Ctrl+S അടിച്ചപ്പോൾ എനിക്ക് ഫയൽ മാനേജർ ഓപ്പൺ ആയിട്ടുണ്ട്. എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ സേവ് ചെയ്യാണ്. അതിന് ഞാൻ SketchUp to Blender പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെയിം നെയിമിൽ തന്നെ SketchUp to Blender എന്ന ഫയൽ നെയിമിൽ ഒരു 2 എന്നുള്ളത് കൂടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 2 ഓക്കെ .blend. ഓക്കെ സേവ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് സേവ് ആയി. SketchUp to Blender .2. ഓക്കെ, നമുക്ക് അത്രയും സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ ഒരു 50-60% നമ്മൾ ക്ലീൻ ചെയ്തു. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റ് മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഒബ്ജക്റ്റ് മോഡ് എന്താണെന്നും എഡിറ്റ് മോഡ് എന്താണെന്നും ഞാൻ പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ ഇത്രയും ക്ലീൻ ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ഇതും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നമ്മൾ മോഡൽ ചെയ്ത സാധനങ്ങൾ മാത്രം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ വിൻഡോ നമ്മൾ മോഡൽ ചെയ്താണെങ്കിൽ അതും ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ കോൺക്രീറ്റ് ഐറ്റംസ് അല്ലെങ്കിൽ വാള് കാര്യങ്ങളാണ് സെലക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എന്തെല്ലാം സെലക്ട് ചെയ്തെന്ന് ഉറപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഐസൊലേറ്റ് മോഡ് പറഞ്ഞ മോഡുണ്ട്. അതായത് നമ്മുടെ സ്കെച്ചപ്പിലാണെങ്കിൽ മറ്റേ വ്യൂ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ മാത്രം കാണുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ ഇവിടെ ഞാൻ സ്ലാഷ് ക്ലിക്ക് ചെയ്ത ഐസൊലേറ്റ് മോഡിലേക്ക് വരും. അപ്പോൾ നമ്മൾ എന്തൊക്കെ സെലക്ട് ചെയ്തത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് ഇത് തന്നെയാണ് ഇപ്പോൾ കാണാനുള്ളത്. സോ ഞാൻ വീണ്ടും ഇതിൻ്റെ ബാക്കിലോട്ട് വരികയാണ്. സ്ലാഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എല്ലാം തിരിച്ച് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതെല്ലാം കറക്റ്റാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഒബ്ജക്റ്റ് മോഡാണ്. കാരണം നമ്മൾ ഒബ്ജക്റ്റ് മോഡിലാണ് നമുക്ക് ഇതുപോലെ ഓരോന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എഡിറ്റ് മോഡ് ആണെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക ഒബ്ജക്റ്റിന് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടോ അത്രയും നമുക്ക് ഒരുമിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും ബ്ലെൻഡറിൽ. സ്കെച്ചപ്പിൽ അത് പറ്റില്ല. ബ്ലെൻഡറിൽ നമ്മൾ എന്തൊക്കെ സെലക്ട് ചെയ്താൽ അതിനൊക്കെ ഒരുമിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. സ്കെച്ചപ്പിൽ നമ്മളൊരു ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുകളെ സെലക്ട് ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കുമോ? ഇല്ല. ഒരു ഗ്രൂപ്പ് നമുക്ക് ഒരുമിച്ച് ഒരു തവണ എഡിറ്റ് ചെയ്യാൻ പറ്റും ഒരു സമയം, അല്ലേ? അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പല ഒബ്ജക്ട്സ് ഒരുമിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ മോഡല് മാനിപ്പുലേഷൻ വരുത്താനൊക്കെ കഴിയും. സോ നമ്മൾ ഇത്രയും വാളും കാര്യങ്ങളും ഈ ഫൗണ്ടേഷൻ മുതൽ ഇതുവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡിറ്റ് മോഡിലേക്ക് പോവാണ്. അപ്പോൾ ഈ കോർണറിൽ നിങ്ങൾക്ക് എഡിറ്റ് മോഡ് എന്ന് കാണാം. എഡിറ്റ് മോഡ് ക്ലിക്ക് ചെയ്യാം. ഇത് നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ടാബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ടാബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് മോഡിലേക്കും റിട്ടേൺ വരാം, എഡിറ്റ് മോഡിലേക്കും പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലത്തെ ഡയഗണൽ ലൈൻസ് ഒഴിവാക്കണം, മാക്സിമം ഒഴിവാക്കണം. ഓക്കെ, ആദ്യം ചെയ്യേണ്ട ഷോർട്ട് കട്ട് Alt+J എന്നുള്ള ഷോർട്ട് കട്ടാണ്. ഈ Alt+H നമ്മൾ മനസ്സിലാക്കി, Alt+P നമ്മൾ മനസ്സിലാക്കി, അല്ലേ? Alt+P പാരന്റിങ് ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്താണ് ഒബ്ജക്റ്റ് മോഡിൽ. ഇവിടെ എഡിറ്റ് മോഡിൽ വന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ Alt+J ആണ്. ജോയിൻസ് എന്നുള്ളതാണ് J എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ Alt+J എന്ന് പറയുമ്പോൾ അനാവശ്യ ജോയിൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ Alt+J ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലൈൻസ് നമുക്ക് ഹൈഡ് ആയി പോണെ കാണാം. കണ്ടോ, ഇവിടെ ഉള്ള ഈ ലൈനൊക്കെ പോയി. Alt+J കണ്ടോ, ആ ലൈൻ പോയി. പക്ഷെ നമുക്ക് ഇപ്പോഴും കുറേ ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ Alt+Jയിൽ നമ്മൾ ആദ്യം നമ്മൾ എപ്പോഴും ചെയ്ത് നോക്കേണ്ട Alt+J ആണ്. അതിൽ നമുക്ക് ചെയ്തിട്ട് അത്യാവശ്യം ലൈൻസ് ഒന്നും പോകണമെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു കാര്യം ഉണ്ട്. Q ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ Q ആവില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടർ ചിലപ്പോൾ ക്വിക്ക് ഫേവറേറ്റ് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് അതിന് പകരം F3 ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും. F3 ക്ലിക്ക് ചെയ്തിട്ട് ഈ ലിമിറ്റഡ് ഈസ് പറഞ്ഞ ഈ സംഭവം സെർച്ച് ചെയ്യാൻ പറ്റും. ലിമിറ്റഡ്, ഇതാണ് ആ സംഭവം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? Q ക്ലിക്ക് ചെയ്യുമ്പോൾ വരണമെങ്കിൽ നിങ്ങൾ ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ടു ക്വിക്ക് ഫേവറേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പോലെ Q ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തേൽ വരും. നിങ്ങളിൽ ഒന്നാമത്തേലാവും വരിക, അല്ലെങ്കിൽ മൂന്നാമത്തേൽ. നിങ്ങൾ എത്ര എണ്ണം കൊടുത്തുണ്ടോ ആ ലിസ്റ്റിൽ ഒരെണ്ണമായിട്ട് ഇത് വരും. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട അത്യാവശ്യം ലൈൻസ് എല്ലാം പോയി. അപ്പോൾ നമ്മൾ ക്ലീനിങ് പാർട്ടിൽ എഡിറ്റ് മോഡിൽ അവിടെ നമ്മൾ കുറേ എണ്ണം ഡിലീറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇത് എന്തുകൊണ്ട് പോയില്ല, ഈ ലൈൻസ് ഒന്നും പോയില്ല എന്ന്. അത് അതിലെ ആ മോഡലിന് അത്യാവശ്യമുള്ള ലൈൻസ് ആണ്, ആ മോഡലുമായി കണക്ട് ചെയ്തിരിക്കുന്ന ലൈൻസ് ആണ്. അതുകൊണ്ടാണ് അത് പോവാത്തത്.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാവും, ഞാൻ നേരത്തെ Alt J ക്ലിക്ക് ചെയ്യുന്നതിന് പകരം എനിക്ക് ആദ്യം തന്നെ ഇത് ക്ലിക്ക് ചെയ്ത പോരെ, ലിമിറ്റഡ് ഡിസോൾവ് ക്ലിക്ക് ചെയ്ത പോരെന്ന്. അത് കറക്റ്റാണ് ആ ക്വസ്റ്റ്യൻ. എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ Alt J ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ചില മോഡൽസ് നമ്മൾ ഈ പറഞ്ഞ ലിമിറ്റഡ് ഡിസോൾവ് ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഷേപ്പിന് എന്തെങ്കിലും ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്, ബാധിക്കാറുണ്ട്. സോ അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ആദ്യം ഏറ്റവും നല്ല സേഫ് Alt J ക്ലിക്ക് ചെയ്ത് നോക്കലാണ്. Alt J ക്ലിക്ക് ചെയ്തിട്ട് കാര്യമായിട്ടൊന്നും ഫോണിലാണ് കാണുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് സേഫ് ആണ്, പക്ഷേ Alt J ആണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ്. ഷേപ്പ് മാറാണ്ട് നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ. എന്നിട്ട് ക്ലീൻ ആവണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ക്ലീൻ ചെയ്യാൻ ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ലിമിറ്റഡ് ഡിസോൾവ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാനുവലി ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ മാനുവലി ഞാൻ നിങ്ങളെ പറഞ്ഞിട്ട് ഡീപ്പാക്കി ഇതാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുമെന്ന് കരുതുന്നു. കാണുന്ന അനാവശ്യ സാധനങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്തു. കാണാത്ത സംഭവങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി Alt H ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് Alt Hൽ അൺഹൈഡ് ആയി കിടക്കുന്ന എല്ലാം പുറത്തേക്ക് വന്നു. ഹൈഡ് ആയി കിടക്കുന്നതെല്ലാം അൺഹൈഡ് ആയി മാറി. എന്നിട്ട് നമ്മൾ ഓരോന്നിനെയും സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പോൾ ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ പാരന്റിങ്ങിന് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ പാരന്റിങ് ഒഴിവാൻ വേണ്ടിയിട്ട് Alt P ക്ലിക്ക് ചെയ്തു. Alt P ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ Alt P ക്ലിക്ക് ചെയ്തത്. Alt P ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലിസ്റ്റിൽ ക്ലിയർ ആൻഡ് കീപ് ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അത് ആ ലിസ്റ്റിൽ രണ്ടാമത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് പാരന്റിങ് എല്ലാം ഒഴിവായി കിട്ടി. പാരന്റിങ് ഒഴിവായി കിട്ടിയപ്പോഴും നമുക്ക് അതിൻ്റെ എംടീസ് ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട സംഭവത്തിനെ വിളിക്കുക. അതായത് ഈ കാണുന്ന ഐറ്റം ഇതാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടിരുന്നത്. നമ്മൾ ഡിലീറ്റ് ചെയ്ത സാധനം ഇതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലത്തെ സംഭവങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അത് ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Shift G ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ക്ലിക്ക് ചെയ്തിരുന്നു. ഇതൊക്കെ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റേഷൻ പറയുന്നു മാത്രം. എന്നിട്ട് അതിനെല്ലാം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തപ്പോൾ അത് ക്ലീൻ ചെയ്തു. പിന്നെ ശേഷം നമ്മൾ എഡിറ്റ് മോഡിലേക്ക് വന്നു. നമുക്ക് വേണ്ടതെല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് നമുക്ക് വന്നു. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും, ഓരോന്ന് ക്ലീൻ ചെയ്താൽ പോരെ എന്ന് ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അതും പോസിബിൾ ആണ്. പക്ഷെ ഒരുമിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സ്കെച്ചപ്പിനേക്കാളും ബ്ലെൻഡറിൽ ഉണ്ടാകുമ്പോൾ എനിക്ക് അത് പറഞ്ഞു തരില്ല ഏറ്റവും നല്ലത്. സോ അതുകൊണ്ടാണ് ഞാൻ സ്കെച്ചപ്പിൽ ഇങ്ങനെ ഒരുമിച്ച് ബ്ലെൻഡറിൽ ഇത് ഒരുമിച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞതും ക്ലിക്ക് ചെയ്തിട്ട് Alt J ക്ലിക്ക് ചെയ്തത്. എന്നിട്ട് അത് പോരാൻ തോന്നിയപ്പോൾ ക്വിക്ക് ഫേവറേറ്റിൽ നമ്മൾ ലിമിറ്റഡ് ഡിസോൾവും കൂടി ക്ലിക്ക് ചെയ്തപ്പോൾ അതും കൂടെ ക്ലീൻ. ഇനി നമ്മൾ ലൈന് ഡിലീറ്റ് ചെയ്ത പോലെ തന്നെ അനാവശ്യ പോയിന്റ്സ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കണം. ഈ വെർട്ടെക്സ്, ഇതാണ് വെർട്ടെക്സ് അല്ലെങ്കിൽ പോയിന്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. സോ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇത് എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ക്വിക്ക് ഫേവറേറ്റ് ചെയ്തില്ലേ, ഉടനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട് ആയിരുന്നു Ctrl Shift M ക്ലിക്ക് ചെയ്താൽ കണ്ടോ, നിങ്ങൾ താഴെ കണ്ടോ റിമൂവ് 0 വെർട്ടിക്സ്. അതായത് അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാനിവിടെ എഡിറ്റ് മോഡിൽ വന്നപ്പോൾ എൻ്റെ എല്ലാം സെലക്ട് ആയിരുന്നില്ല. സോ ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് സെലക്ട് ആയി കിട്ടും. എഡിറ്റ് മോഡിൽ എന്തെങ്കിലും സെലക്ട് ആവാത്തുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം സെലക്ട് ആയി കിട്ടും. എന്നിട്ട് നമ്മൾ ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം ഓവർലാപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും അനാവശ്യ ലൈൻസോ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ Ctrl R അടിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിൽ കണ്ടോ, ഇവിടെ 2 വെർട്ടെക്സ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഒരെണ്ണോ രണ്ടെണ്ണോ നിൽക്കുന്ന സമയം നമ്മൾ ഈ പറഞ്ഞ ലിമിറ്റഡ് ഈ ക്വിക്ക് ഫേവറേറ്റ് ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ലിമിറ്റഡ് ഡിസോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 2 പോയിന്റ് പോകും. ഓക്കെ, അത് ഓട്ടോമാറ്റിക് ബ്ലെൻഡർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കണക്ഷൻ ആവശ്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയും. അതുപോലെ തന്നെ ബ്ലെൻഡറിൽ നമുക്ക് അനാവശ്യമായിട്ട് ഇവിടെ ഓവർലാപ്പ് ആയിട്ട് ഒരു പോയിന്റ് കൂടി ഉണ്ടെന്ന് കരുതിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതേസമയം ഞാനിവിടെ ഒരു ലൈൻ കൂടി കൊണ്ടുവരികയാണ്, ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഇപ്പോൾ 2 വെർട്ടെക്സ് ഞാൻ താഴെ മുകളിലും വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യാണ്. കണ്ട, അതിൻ്റെ ബാക്കിൽ ഒരു പോയിന്റ് കൂടി ഉണ്ട്, അത് ഇതിൻ്റെ ഷേപ്പിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒറ്റമൂലി ഉപയോഗിക്കുന്നതാണ് ഈ സംഭവം. ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് വേണ്ട എല്ലാ ഒബ്ജക്ട്സും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ എഡിറ്റ് മോഡിലേക്ക് വരുന്ന ടാബ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് മോഡിലേക്ക് വന്നു. ഇതിൽ എന്തെങ്കിലും സെലക്ട് ആവാത്തത് കാണുകയാണെങ്കിൽ, ഇപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ സെലക്ട് ആവാതെ കാണുകയാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം സെലക്ട് ആവും. ക്ലിക്ക് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ക്വിക്ക് ഫേവറേറ്റിൽ ലിമിറ്റഡ് ഡിസോൾവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ എണ്ണം ക്ലീൻ ആയിട്ടുണ്ടാവും. ക്ലീൻ ആയെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ ക്ലീൻ ആയത്, ഇവിടെയുള്ള ആ ലൈന് ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ Ctrl Z അടിച്ചിട്ട് വീണ്ടും അൺഡു അടിച്ചു, കണ്ടോ ഇപ്പോൾ അവിടെ ഉണ്ട്. ഇനി Ctrl Z അൺഡു ആണെങ്കിൽ റീഡൂന് സാധാരണ Ctrl Y ആണ് എല്ലാ സോഫ്റ്റ്വെയർസിലും, പക്ഷെ അധിക സോഫ്റ്റ്വെയർസിലും Ctrl Y ആണ്. പക്ഷെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ നിങ്ങൾ സ്കെച്ചപ്പ് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും സ്കെച്ചപ്പിൽ റീഡു എന്ന് പറഞ്ഞാൽ Ctrl Y ആണ്. പക്ഷെ ബ്ലെൻഡറിൽ Ctrl Shift Z ആണ്. Ctrl Z
അൺഡു തന്നെ സെയിം. പക്ഷേ ഇവിടെ റീഡുവിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കൺട്രോൾ ഷിഫ്റ്റ് സെഡ് ആണ്. സോ ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് സെഡ് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മളെ ലിമിറ്റഡ് റിസോൾവ് വീണ്ടും വർക്ക് ചെയ്തു, അത് ഡിലീറ്റ് ആയി പോയി. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം ചെക്ക് ചെയ്യുക, ഇത് നമുക്ക് റിമൂവ് ആയിക്കണോ എന്നുള്ളത്. ഇവിടെ പോയിന്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കാണിച്ചല്ലോ, പോയിട്ടില്ല, കണ്ടോ, പോയിട്ടില്ല. അതെന്തുകൊണ്ട് പോവാത്തത്? നമ്മൾ ക്ലീൻ ചെയ്തത് വെറും വെർട്ടെക്സ് ആണ്. അത് നമ്മൾ ക്ലീൻ ചെയ്തത് ലൈൻസ് ആയിരുന്നു, അല്ലെങ്കിൽ എഡ്ജസ് ആയിരുന്നു. എഡ്ജസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റഡ് റിസോൾവ് ക്ലിക്ക് ചെയ്ത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ്സ് ഡിലീറ്റ് ചെയ്യണം. ഓവർലാപ്പ് എന്നുള്ള ഇതുപോലത്തെ പോയിന്റ്സ് ഒക്കെ അനാവശ്യമായിട്ടുള്ളതെല്ലാം ഡിലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് മോഡലിംഗ് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഈ ഷേപ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഇത് നീങ്ങുന്നില്ല, തെറ്റ് പറ്റി. ഇവിടെ നീങ്ങി, ഇവിടെ നീങ്ങില്ല, കണ്ടോ. ആ ഷേപ്പ് മാത്രം വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, സോറി, ആ ഷേപ്പ് മാത്രം കാണിക്കാൻ ഇപ്പോൾ ഐസൊലേറ്റ് മോഡിലേക്ക് പോകണമെങ്കിൽ ഞാൻ വീണ്ടും മാറ്റി കളിക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, കണ്ട, ഇവിടെ നീങ്ങി, ഇവിടെ നീങ്ങിയിട്ടില്ല, കണ്ട. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവിടെ അനാവശ്യമായ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ള പ്രശ്നം. ഇനി ഇതുപോലെ തന്നെ ഞാൻ കൺട്രോൾ സെഡ് ക്ലിക്ക് ചെയ്തു. ഇനി ഇതുപോലെ ഇങ്ങോട്ട് നീക്കുകയാണെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കാണിക്കും, കണ്ട, ഇവിടെ നീങ്ങി, ഇവിടെ നീങ്ങിയില്ല. അപ്പോൾ ഇത്തരം അനാവശ്യ ലൈൻസ് ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കും. അനാവശ്യ ലൈൻസും അനാവശ്യ പോയിന്റ്സും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് സിമ്പിൾ ആയൊരു കാര്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ നമുക്കിത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതുപോലെ നീക്കി ഒക്കെ നോക്കുകയാണെങ്കിൽ റിസ്ക് ആണ്, ടൈം എടുക്കും. സോ നമുക്ക് ഒരുമിച്ച് ഒറ്റ മൂലി പോലെ കളയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതി യൂസ് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് എം ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് എം. അതായത് മെർജ് എന്നുള്ള മീനിങ് ആണ് എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, അവിടെ റിമൂവ് 2 വെർട്ടെക്സ് എന്നാണ് കാണിച്ചത്. അതായത് നമ്മൾ ഇവിടെ കണ്ടിരുന്ന 2 വെർട്ടെക്സും റിമൂവ് ആയി. കാരണം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാം 2 ഉള്ളൂ എന്ന്. പക്ഷേ ചില ഫയൽസിൽ കുറേ എണ്ണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക് ക്ലീൻ ചെയ്ത് പോകും. അതിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ ഷിഫ്റ്റ് എം. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പം നമ്മൾ പഠിച്ച എല്ലാ ഷോർട്ട് കട്ട്സും ജസ്റ്റ് നോട്ട് ചെയ്യുക, എന്തിനാന്നുള്ളത് ജസ്റ്റ് എഴുതി വെക്കുക. പിന്നെ നമ്മൾ ക്ലാസ് വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ഓക്കെ, ഈ പോയിന്റ് ഞാൻ മൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല, ഷേപ്പിനൊന്നും ബാധിക്കുന്നില്ല. ഇനി നേരത്തെ കാണിച്ച പോലെ ഈ ഫേസ് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്, അങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ ഒരു പ്രശ്നമില്ല, ഇവിടെയും പ്രശ്നമില്ല, ഇവിടെയും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾ സ്കെച്ചപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇത്ര കാര്യങ്ങൾ. ഓക്കെ, ഇതുവരെ നിങ്ങൾ വളരെ നീറ്റായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനൊന്നുമില്ല, ക്ലീനിങ് എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ സ്കെച്ചപ്പ് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ക്ലീനിങ് നമ്മൾ കഴിച്ചു. ഇനി വേണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് വിൻഡോ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണ്ടതെല്ലാം സെലക്ട് ചെയ്യുക, എഡിറ്റ് മോഡിലേക്ക് പോകുക. കണ്ട, ഇതിലും ലൈൻസ് ഒക്കെ ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം അനാവശ്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമുക്കത് നമ്മുടെ ഫയൽ മെസ്സി ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്, തെറ്റി പോയിട്ട് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അനാവശ്യമായ ക്ലീനിങ് വേണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല, ഇനി സജസ്റ്റ് ചെയ്യണില്ല. സോ ഇപ്പം ഞാനിത് ചെയ്യുകയാണെങ്കിൽ ക്യൂ ക്ലിക്ക് ചെയ്യുന്നു, ലിമിറ്റഡ് റിസോൾവ് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നേരെ ആൾട്ട് ജെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജോയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആവും. ഇപ്പോൾ ഇത് അധികമൊന്നും പോയില്ല, ജസ്റ്റ് 2 ലൈനേ പോയുള്ളൂ. സോ ഏറ്റവും ബെസ്റ്റ് ഇവിടെ ക്വിക്ക് ഫേവറേറ്റ് ലിമിറ്റഡ് റിസോൾവ് തന്നെയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ പല മോഡൽസിനും അതിൻ്റെ ഷേപ്പിനെ അത് ബാധിക്കാറുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ ടെക്സ്ചറിങ്ങിനൊക്കെ ബാധിക്കാറുണ്ട്. ശരിക്കും നമുക്ക് ഇങ്ങനെ ലൈന് ടെക്സ്ചർ കൊടുക്കുമ്പോൾ ആവശ്യമാണ്. ഇതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈൻസ് മിസ്സായി പോകും. അപ്പോൾ നമ്മൾ ടെക്സ്ചറിൻ്റെ പൊസിഷൻ, അതുപോലെ ടെക്സ്ചറിൻ്റെ റൊട്ടേഷൻ, ഇതൊക്കെ അത് ബാധിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനാവശ്യമായിട്ട് നമ്മൾ വല്ലാണ്ട് ക്ലീൻ ചെയ്യാതിരിക്കുക. ഇനി അഥവാ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ജോയിൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അതൊക്കെ മോഡലിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാവുന്ന രീതിയിൽ ഞാനിവിടെ ഡോട്ട് ക്ലിക്ക് ചെയ്ത്, ഇതിൽ ഡോട്ട് ക്ലിക്ക് ചെയ്തു, ഈ ഡോട്ടും ക്ലിക്ക് ചെയ്തു. ഇത് തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജെ ക്ലിക്ക് ചെയ്താൽ മതി. ആൾട്ട് ജെ ഒഴിവാക്കാനും ജെ ജോയിൻ ചെയ്യാനാണ്. ആൾട്ട് ജെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പ്രവർത്തിക്കുന്നത്. സോ നമുക്ക് അങ്ങനെ ലൈന് കിട്ടി. അതുപോലത്തെ ഇവിടെയും കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രം നമുക്ക് ഇതുപോലത്തെ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാണ്. ഇതാ ഈ പോയിന്റ് കറക്റ്റ് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ജെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ജോയിൻ്റ് ആയി. ഇനി എനിക്ക് ഈ ഫേസ് സുഖമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. മറ്റേത് ഇവിടെ 2 ജോയിൻ്റ് അല്ലാത്തതുകൊണ്ട് ഈ ഫേസ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് സെലക്ഷൻ പുറത്തേക്ക് പോകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ ലൈന് കറക്റ്റ് അല്ല, കണ്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫുൾ സെലക്ഷൻ വന്നു അല്ലേ. അതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ഈ ഫേസ് മാത്രം, ഇവിടെ മാത്രമാണ് വേണ്ടത്. എന്തിനാന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ലൈന് ഇപ്പോൾ കറക്റ്റ് താഴേക്കാണ് ഇരിക്കുന്നത്. പകരം എനിക്ക് ഈ ലൈന് ഇങ്ങനെയല്ല വേണ്ടത്, ഇത് തിരിഞ്ഞിട്ടാണ് വേണ്ടത് വെച്ചാൽ ഇതാ കണ്ടോ, സെലക്ഷൻ മൊത്തം പോയി. അപ്പോൾ അത് ഒഴിവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഈ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഈ പോയിന്റും കൂടി ക്ലിക്ക് ചെയ്യുന്നു, ജെ ക്ലിക്ക് ചെയ്യുന്നു. പക്ഷേ ഈ പോയിന്റ് ശരിക്കും ഇതിൻ്റെ അല്ല, ഇപ്പുറത്തെ ഫ്രെയിമിൻ്റെയാണ്. സോ അതുകൊണ്ടാണ് ഇത് തമ്മിലൊരു കണക്ഷൻ ഇല്ലാത്തത്. ഞാൻ ഒന്നും കൂടി ഇതിൻ്റെ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇതിൻ്റെ പോയിന്റ് കിട്ടി, കാരണം ഈ ലൈന് കണ്ടോ ഇതിൻ്റെ കൂടെയാണ്.
അതുകൂടെ തന്നെ ഇത് രണ്ടും സെലക്ട് ചെയ്തു. ഇന്ന് ജെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കണക്റ്റ് ആയി. ഓക്കെ, ഇനി ഞാൻ ഇവിടെ 4 അറിയാണ്ട് ക്ലിക്ക് ചെയ്താണ്. പകരം ഇതാ ഈ 3 ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, ഫേസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പം എനിക്ക് ഇതിൻ്റെ പുറത്തേക്ക് സെലക്ഷൻ വരുന്നില്ല. ഇതൊക്കെ സ്കെച്ചപ്പിലുള്ളതാണ്, നിങ്ങൾക്ക് അറിയാം. അതിൽ നമ്മൾ ക്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷനൊക്കെ ഉണ്ട്, ബെസ്റ്റ് പ്ലാനർ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ഒക്കെ മാറ്റാം, 90. ഓക്കെ, അപ്പോൾ നമ്മളെ റൊട്ടേഷന് ഇവിടെ സാധിക്കും. അതാ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ സ്കെയിൽ മാറ്റണമെങ്കിൽ ഇതാ ഞാൻ ഇപ്പോൾ ചെയ്ത സെയിം ബെസ്റ്റ് പ്ലാനർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 0.5 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കുറേ ലൈൻസ് ഉണ്ട്, അതെല്ലാം മിസ്സായി പോകും നമ്മൾ ഈ ക്യുക്ക് ലിമിറ്റഡ് ഡിസോൾവ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നാണ് ഞാൻ നിങ്ങളെ ഉണർത്തിയത്. അനാവശ്യമായിട്ട് ക്യുക്ക് ഫേവറേറ്റിലുള്ള ലിമിറ്റഡ് ഡിസോൾവ്, അല്ലെങ്കിൽ നിങ്ങളിലെ ലിമിറ്റഡ് ഡിസോൾവ് എവിടെ ഇരിക്കുന്നത് അത് എവിടെ നിന്നാണെങ്കിലും ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്ലീനിങ് പാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ക്ലീനിങ് പാർട്ട് കഴിഞ്ഞു. ക്ലീനിങ് പാർട്ട് അഥവാ നിങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇതാണ് വിഷയം എന്നാണ് നിങ്ങളെ സൂചിപ്പിച്ചത്. ഓക്കെ, ഇനി മറ്റുള്ള മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് ക്ലീനിങ് ആയിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കൊണ്ടുവന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് സ്കെയിൽ അപ്ലൈ ചെയ്യണം. സ്കെയിൽ അപ്ലൈ ചെയ്യുന്ന ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ കൊണ്ടുവന്ന എല്ലാ ഒബ്ജക്റ്റിൻ്റെയും സൈസും റൊട്ടേഷനും ബ്ലെൻഡറിന് അറിയില്ല, എത്രയെന്ന്, എന്താണ് ഇതിൻ്റെ സൈസ് എന്നൊന്നും ബ്ലെൻഡറിന് അറിയില്ല. അത് നമ്മൾ അറിയിപ്പിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്കെയിലും റൊട്ടേഷനും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പച്ച മലയാളത്തിൽ വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല എല്ലാം നമ്മൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും എ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം സെലക്ട് ആവും. എന്നിട്ട് കൺട്രോൾ എ ക്ലിക്ക് ചെയ്യുക. എ കൂടാണ്ട് കൺട്രോൾ എ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ എ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ലിസ്റ്റ് വരും. അതിൽ നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ള കാണാം, അതിൽ നമുക്ക് റൊട്ടേഷൻ സ്കെയിലും കാണാം. ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, പകരം നമ്മൾ ലൊക്കേഷൻ ചെയ്യുന്നില്ല. റൊട്ടേഷൻ നമുക്ക് ഒരുമിച്ച് ഇതിൽ വരുന്നുണ്ട്, സോ അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചെയ്യുന്നില്ല. സ്കെയിലും അങ്ങനെ പ്രത്യേകം ചെയ്യുന്നില്ല, രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ ചെയ്യണമെങ്കിൽ ഇത് മൂന്നും കൂടി ഒരുമിച്ചാണ് ഈ ഓൾ ട്രാൻസ്ഫോർമേഷൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ലൊക്കേഷൻ ചെയ്യില്ല. ഓക്കെ, അതിൻ്റെ റീസണൊക്കെ നിങ്ങൾക്ക് പതുക്കെ മനസ്സിലാവും. എനിവേ റൊട്ടേഷൻ ആൻഡ് സ്കെയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എറർ വരും. ഓക്കെ, ഇത് നോർമലാണ്, കാരണം സ്കെച്ചപ്പ് നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ. കാരണം ഇത് കമ്പോണൻസ് ഇതിൽ കുറേ ഇരിക്കുന്നുണ്ട്. ഈ കമ്പോണൻസ് ആണ് ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, കമ്പോണൻറ്റ് നിങ്ങൾക്ക് എന്താ അറിയാലോ, സ്കെച്ചപ്പിൽ ഒരേ സമയം നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളത് എഡിറ്റ് ആവും. ഓക്കെ, അത് അതേപോലെ ബ്ലെൻഡറിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ചിലതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് അപ്പുറത്തും അതിൻ്റെ ഇത് കാണാം, ചേഞ്ചസ് കാണാം. ഞാൻ ഇവിടെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ കാര്യമായിട്ട് സംഭവിക്കുന്നില്ല, പകരം ഈ ഒരു ഫ്രെയിമാണ് നോക്കാം. ജി ക്ലിക്ക് കണ്ട അപ്പുറം പ്രവർത്തിക്കുന്നുണ്ടല്ലേ. സോ ഇത് കമ്പോണൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മൾ ഒഴിവാക്കണം, കാരണം നമുക്ക് ഇവിടെ അത് വലിയ യൂസ് ഇല്ല. നമ്മൾ ഓൾറെഡി സ്കെച്ചപ്പിൽ എല്ലാം അടിപൊളിയായി മോഡൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് ആ കമ്പോണൻ്റ് ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് അത് ഒഴിവാക്കണം. ഇനി നിങ്ങൾക്ക് അത് കൂടെ നിർത്തണമെന്നെങ്കിൽ നിങ്ങൾക്ക് നിർത്താം, പക്ഷെ നിങ്ങൾ ഡീപ്പായിട്ട് ബ്ലെൻഡർ ഒരു പൊടിക്കും കൂടി നിങ്ങൾ മുന്നോട്ട് അറിയണമെന്ന് മാത്രം. പക്ഷെ നിങ്ങൾക്ക് അത് അറിയാത്തതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കത് ഒഴിവാക്കണം. ആ ഒരു കണക്ഷൻസ്, ഈ കമ്പോണൻസ് തമ്മിലുള്ള കണക്ഷൻസ് ഒഴിവാക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ക്വിക്ക് ഫേവറേറ്റിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഇതാണ് റിലേഷൻസ് പറഞ്ഞുള്ളത്. ഇതും നിങ്ങൾക്ക് F3 ക്ലിക്ക് ചെയ്താൽ എല്ലാം സെർച്ച് ചെയ്യാൻ പറ്റും. അതിൽ റിലേഷൻ സെർച്ച് ചെയ്താൽ അതും കിട്ടും. ഓക്കെ, റിലേഷൻ കിട്ടും. പക്ഷെ അല്ലാതെ നിങ്ങൾക്ക് ബ്ലെൻഡറിൽ കാണുമെങ്കിൽ ഇതാ ഇവിടെ ഒബ്ജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ റിലേഷൻസ് കാണേണ്ടതാണ്. ഐ തിങ്ക് സോ ഇവിടെ എവിടെയെങ്കിലും റിലേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സമയം പോകും. സോ എനിക്ക് തോന്നുന്നത് ഇവിടെയാണോ അതോ ഇതിലെവിടെ നിങ്ങൾക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ റിലേഷൻസ് കാണേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇവിടെ അടുത്ത് തന്നെ കാണാം. യെസ്, ഇതാ കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി ഇങ്ങനെ തെരഞ്ഞിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്തും ബ്ലെൻഡറിൽ F3 ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് കിട്ടും. ഓക്കെ, എനിവേ ഒബ്ജക്റ്റ് മോഡിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നതും എഡിറ്റ് മോഡിൽ സെർച്ച് ചെയ്യുന്നത് രണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. കാരണം ഇവിടെ നമുക്ക് നേരത്തെ ഞാൻ സെർച്ച് ചെയ്ത ലിമിറ്റഡ് ഡിസോൾവ് ഇവിടെ സെർച്ച് ചെയ്താൽ കിട്ടില്ല. ഓക്കെ, ഇതുപോലെ ഇതിൽ എൻ്റെ ക്യൂവിൽ ലിമിറ്റഡ് ഡിസോൾവ് കാണില്ല, കാരണം ഇതിപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് മോഡ് എന്ന മോഡിലാണ്. പകരം ഞാൻ എഡിറ്റ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലിസ്റ്റിൽ ക്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റഡ് ഡിസോൾവ് കാണാം, അതുപോലെ മറ്റുള്ള ലിസ്റ്റും കാണാം, മറ്റുള്ള ഒബ്ജക്ട്സ് കാണാം. ഇതേ ലിസ്റ്റ് അല്ല നമ്മൾ ഇവിടെ ഒബ്ജക്റ്റ് മോഡ് ആയിരിക്കുമ്പോൾ ഉണ്ടാവുക. ക്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണത്. മറ്റു ആവശ്യമില്ലാത്ത കാര്യം കൂടി ഇവിടെ വരുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കേ ഉള്ളൂ. ഇവിടെ ആവശ്യമുള്ള ക്വിക്ക് ഫേവറേറ്റിൽ നമുക്ക് ഒബ്ജക്റ്റ് മോഡിൽ എന്താ ആവശ്യമുള്ള അത് ഇവിടെ ഉണ്ട്, അതേപോലെ എഡിറ്റ് മോഡിൽ എന്താ ആവശ്യമുള്ള അത് ക്വിക്ക് ഫേവറേറ്റിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ സെപ്പറേഷൻ നല്ലതാണ്. എനിവേ കൂടുതൽ ബ്ലെൻഡറിൻ്റെ കാര്യമല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, നമ്മൾ സ്കെച്ചപ്പിലെ കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി മിസ്സായി പോകുന്നുണ്ടാവും ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയുന്നുണ്ടാവും. നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി സെലക്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ
നമ്മൾ ഈ ബ്ലെൻഡറിനെ ഇതിൻ്റെ സ്കെയിലും റൊട്ടേഷനും നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ കൺട്രോൾ എ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ റൊട്ടേഷൻ സ്കെയിലാണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, നേരത്തെ എറർ വന്നു. ഈ എറർ വന്നുകൊണ്ട് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസ് ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കതിൽ റിലേഷൻ എന്ന് പറഞ്ഞ സംഭവം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അത് ക്വിക്ക് ഫേവറേറ്റിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് F3 സെർച്ച് ചെയ്തിൽ F3യിൽ സെർച്ച് ചെയ്താൽ ഈ സംഭവം കിട്ടും. അങ്ങനെ വരുമ്പോൾ അതിലേക്ക് ക്വിക്ക് ലിമിറ്റ്, അതിൽ നമ്മൾ ഒരു സംഭവം കാണാം, സിംഗിൾ, മേക്ക് സിംഗിൾ യൂസർ. കാരണം ഇപ്പം എല്ലാം കണക്റ്റഡ് ആണ്, റിലേഷൻസിലാണ് ഇവർ അല്ലേ, പലരും അങ്ങോട്ടും റിലേഷൻസ് ഉണ്ട്. അപ്പോൾ ആ റിലേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെ സിംഗിൾ ആക്കി മാറ്റണം. മേക്ക് സിംഗിൾ യൂസർ എന്നാക്കണം. എന്നിട്ട് ഇതിൽ ഒബ്ജക്റ്റ് ആൻഡ് ഡാറ്റ കൊടുക്കുക, ഒബ്ജക്റ്റ് ആൻഡ് ഡാറ്റ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇങ്ങനെ വന്ന് ഇതിൽ ഇങ്ങനെ വന്ന് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ക്വിക്ക് ഫേവറേറ്റിൽ കൊണ്ടുവെക്കാം കേട്ടോ. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, കാരണം റിലേഷൻസ് ഇങ്ങനെ വന്നിട്ട് ഇത് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ഞാനിത് നിങ്ങളോട് ഒരിക്കലും ക്വിക്ക് ഫേവറിലേക്ക് വെക്കാൻ പറയുന്നില്ല. അഥവാ ഇത് ഞാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലിസ്റ്റിൽ തന്നെ ഒബ്ജക്റ്റ് ആൻഡ് ഡാറ്റ വരും. നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ ചെയ്യാം, പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെയാണ്. കാരണം ഇത് എന്തിൻ്റെ ഒബ്ജക്റ്റ് ആൻഡ് ഡാറ്റ എന്ന് മനസ്സിലാവണമെങ്കിൽ ഇതുപോലെ വരണം. സോ ഞാനത് കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ജസ്റ്റ് റിലേഷൻസ് എടുക്കുന്നു, മേക്ക് ഇതെടുക്കുന്നു. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെനു വരും. ഇതിൽ ടിക്കൊക്കെ ഇട്ടിട്ട് പ്രശ്നമൊന്നുമില്ല, സംഭവം സക്സസ് ആണെന്ന് കരുതുന്നു. ഞാൻ ജസ്റ്റ് വീണ്ടും കൺട്രോളെ ക്ലിക്ക് ചെയ്യുന്നു, റൊട്ടേഷൻ സ്കെയിൽ കൊടുക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും എറർ വന്നാൽ ഒന്നും വന്നില്ല, പകരം റൊട്ടേഷനും സ്കെയിലും അപ്ലൈ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നു. ഇത് ലൊക്കേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവിടെ ടിക്ക് വരാത്തത്. അപ്പോൾ ഇത്രയും കാര്യം നടന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമ്മൾ സ്കെച്ചപ്പിൽ ഇത്രയും റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതിപ്പോൾ ബ്ലെൻഡറിലൊക്കെ കൊണ്ടുവന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാണ്ടോ എന്നുള്ളത് ചിന്തിക്കും. ഒരിക്കലുമല്ല. അത് നിങ്ങൾ വൺസ് 3 ടൈംസ് നിങ്ങൾ ഈ ബ്ലെൻഡറിൽ അത് ഇമ്പോർട്ട് ചെയ്യുന്ന പിന്നെ നിങ്ങൾക്ക് ഇത് വലിയൊരു വർക്കായിട്ട് ഒരു തോന്നൂല. ആകെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ആൾട്ട് പിന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് പറഞ്ഞു വരുന്നതുകൊണ്ട് മാത്രം ഇത്ര ഡിലേ വരുന്ന എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് റൊട്ടേഷൻ സ്കെയിൽ കൊടുത്തു. ഇപ്പോൾ ഒരു എററും ഇല്ല, കൊടുക്കാം. ഇനി എത്ര വേണമെങ്കിലും കൊടുക്കാം, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ എററും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സ് തീർത്തു. ഇനി ആകെ ലാസ്റ്റ് പ്രോസസ്സ് ആയിട്ടുള്ള ക്ലീനിങ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ആദ്യം പറയാം. ഫസ്റ്റ് പ്രോസസ്സ് ക്ലീനിങ് ആയിരുന്നു. ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് അൺഹൈഡ് ആയിരിക്കുന്നതും ഹൈഡ് ആയിട്ടിരിക്കുന്നതും അനാവശ്യമായ സംഭവങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്തു. അതാണ് ക്ലീനിങ്ങിൽ ചെയ്തത്. രണ്ടാമത് നമ്മൾ ചെയ്തത് ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സ് തന്നെ എഡിറ്റ് മോഡിലേക്ക് ചെന്നിട്ട് എഡിറ്റ് മോഡിൽ ആവശ്യമില്ലാത്ത ലൈൻസും ആവശ്യമില്ലാത്ത പോയിന്റ്സും, അതായത് ഓവർലാപ്പ് ആയിട്ടിരിക്കുന്ന പോയിന്റ്സും വെർട്ടക്സും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ക്ലീനിങ്ങും മെർജിങ്ങും ആണ് ഫസ്റ്റ് ചെയ്തത്, ക്ലീനിങ് ആൻഡ് മെർജിങ്. രണ്ടാമത്തേൽ നമ്മൾ ഇപ്പോൾ ചെയ്തത് റൊട്ടേഷൻ സ്കെയിൽ അപ്ലൈ ചെയ്യലാണ് രണ്ടാമത്തെ മെയിൻ കാര്യമായിട്ട് ചെയ്തത് അല്ലേ. ആവശ്യമില്ലാത്തതിൻ്റെ ആവശ്യമില്ലാത്തതെന്നല്ല, ഇതിൽ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ റൊട്ടേഷൻ സ്കെയിലൊക്കെ അപ്ലൈ ചെയ്യുക. ഈ ബ്ലെൻഡറിന് മനസ്സിലാക്കി കൊടുക്കണേ, ഇത് ഇന്ന സാധനം ഇത്രയും സൈസ് എന്ന് മനസ്സിലാക്കി കൊടുക്കണേ. സ്കെയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് മനസ്സിലാക്കി കൊടുത്തു. ഓക്കെ, ഇനി മൂന്നാമത്തെ മെയിൻ പ്രോസസ്സാണ് ഇതിൻ്റെ ഒറിജിൻസിനെ സെൻറ്ററിൽ കൊണ്ടുപോയി നിർത്തുക എന്ന് പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓരോ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് കാണാം. ഈ പോയിന്റ് ഒക്കെ ഇവിടെ സൈഡിലാണ് കണ്ടോ. അങ്ങനെ സൈഡിൽ ഇരുന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ ആക്ച്വലി. പക്ഷേ നിങ്ങൾക്ക് ഒരു ശീലമാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. നല്ലതാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത പോയിന്റ്സ് ഒക്കെ ഇതിപ്പോൾ എല്ലാം ഇരിക്കുന്നത് അതേ ഒബ്ജക്റ്റിൽ തന്നെയാണ്, പക്ഷെ ഒരു കോർണറിലാണ്, ആ ഒബ്ജക്റ്റിൻ്റെ എഡ്ജിലാണെന്ന് മാത്രം. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ വെച്ചാൽ കാര്യമായ തെറ്റൊന്നും ഇപ്പം ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു മോഡലിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക, ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇത് സെൻട്രൽ ഇരിക്കുകയാണ് ബെറ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കാരണം നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോഴൊക്കെ ഈ പോയിന്റ് എവിടെയാണോ അങ്ങോട്ടാണ് സ്കെയിൽ ആവുക. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു വാർപ്പ് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, എസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പോയിന്റ് എങ്ങോട്ടാണ് ഇരിക്കുന്നത് അങ്ങോട്ടാണ് സ്കെയിലാണ്. കണ്ട, എസ് ആണ് നമ്മുടെ സ്കെയിലിൻ്റെ ഷോർട്ട് കട്ട്. കണ്ട, അപ്പോൾ നമ്മൾ ഇത് നടുവിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ സ്കെയിൽ ചെയ്യാം, ചെറുതാക്കി നടുവിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ ഒബ്ജക്റ്റിൽ വന്നിട്ട് സെറ്റ് ഒറിജിൻ ടു ജിയോമെട്രി എന്നുള്ള സംഭവം ഉണ്ട്, അത് കൊടുക്കാം. അതല്ലെങ്കിൽ സെറ്റ് ഒറിജിൻ ടു മാസ് കൊടുക്കാം, അല്ലെങ്കിൽ വോളിയം കൊടുക്കാം. ഈ മൂന്നും കൊടുക്കാം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എവിടേക്കാണോ നമ്മൾ പോയിന്റ് ചെയ്തിട്ടുള്ളത് അങ്ങോട്ട് ഈ പോയിന്റിനെ കൊണ്ടുപോകണമാണ്. എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഞാൻ 3D കഴ്സർ വെച്ചു. ഇതാണ് ഇതിന് നമ്മൾ 3D ഇതല്ല 3D കഴ്സർ പറഞ്ഞ സംഭവം ഉണ്ട്. ഇതാണ് 3D കഴ്സർ. ഇത് നമ്മൾ എങ്ങോട്ട് വെച്ചോ അങ്ങോട്ട് നമുക്ക് ഈ പോയിന്റിനെ കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണ് ഇത് കൺട്രോൾ ഷിഫ്റ്റ് ഡോട്ട് എന്നുള്ള ഈ ഷോർട്ട് കട്ട്. അത് ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ കണ്ട ഇതിൻ്റെ പോയിന്റ് ഇങ്ങോട്ട് വന്നു.
പക്ഷേ ഈ പ്രോസസ്സൊന്നും നിങ്ങൾ പരിചയപ്പെടുന്നതല്ല, നിങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുത്തിയത് മാത്രം. നിങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു വലിയ മെത്തേഡൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ സ്കെച്ചപ്പ് ടു ബ്ലെൻഡർ പഠിക്കുന്ന സമയം നിങ്ങൾക്ക് ഇത് വല്ലാണ്ട് ഇമ്പോർട്ടൻസ് ഉള്ളതല്ല ഈ പോയിന്റിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന മെത്തേഡ്. പകരം നിങ്ങൾ ജസ്റ്റ് ശീലിച്ച് പോകേണ്ട ഒരു കാര്യമാണ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒറിജിൻസിനെ, മൂന്നാമത്തെ മെയിൻ സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ക്ലീനിങ്ങും, 2 അപ്ലൈ കൊടുത്തു സ്കെയിൽ റൊട്ടേഷനും, മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഒറിജിൻസിനെ. ഇത് നമ്മളൊരു പ്രിപ്പറേഷൻ എന്ന രീതിയിലാട്ടോ സ്കെച്ചപ്പിൽ നിന്ന് കൊണ്ടുവന്ന സമയം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളായി പറയുന്നത്. അപ്പോൾ മൂന്നാമത് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഒറിജിൻസിന് എന്ത് ചെയ്യണം, ഇതിന്റെ സെന്ററിലേക്ക് കൊണ്ടുവന്ന കാര്യം. ഇപ്പൊ ഇതിന്റെ ഒറിജിൻ ഒരിക്കലും പുറത്തിരിക്കുന്നത്. സോ ഇതിൽ എല്ലാം ഒരുമിച്ച് നമുക്ക് സെന്ററിൽ കൊണ്ടുവെക്കാൻ പറ്റും. ഓക്കെ, അതിനു വേണ്ടി ചെയ്യേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ ഒബ്ജക്ട്സിൽ സെറ്റ് ഒറിജിനിൽ ജിയോമെട്രി എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കൊടുത്തപ്പോൾ കണ്ട ഓരോന്നും ഏകദേശം ഇതിന്റെ സെന്ററിലേക്ക് വന്നു. ഇത് കറക്റ്റ് സെന്റർ ആണോ വെച്ചാൽ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് കറക്റ്റ് ഒരു സ്ക്വയർ അല്ല, അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വയ്യ. അപ്പൊ ചില സംഭവം നമുക്ക് ജിയോമെട്രി കൊടുത്ത ഇതുപോലെ നമുക്ക് അല്ല, സെന്റർ ആയിട്ടില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഷോർട്ട് ഇത് യൂസ് ചെയ്യാം, സെറ്റ് ഒറിജിൻ ടു മാസ് കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ ഇതിന്റെ സെന്ററിലേക്ക് വന്ന ഫീലൊക്കെ നമുക്ക് തോന്നും. ഇപ്പോൾ കറക്റ്റ് സെന്ററായി തോന്നുന്നുണ്ട് ഈ ഒരു പോയിന്റ്. ഓക്കെ, അങ്ങനെ എല്ലാം ഒരുമിച്ച് സെന്ററിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിവിടെ 7 ക്ലിക്ക് ചെയ്യുന്നുണ്ട്. കണ്ട 7 ക്ലിക്ക് ചെയ്യുന്ന ടോപ്പ് വ്യൂയിലേക്ക് വരും. ഇപ്പോൾ ഏറെക്കുറെ എല്ലാം നടുവിലാണ് ഇരിക്കുന്നത് ഈ ഒറിജിൻസ്. അപ്പോൾ ഇതിന്റെ ഷോർട്ട് കട്ട് നമ്മൾ എഡിറ്റ് മോഡിൽ മറ്റേ മെർജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഇല്ലേ, Ctrl+Shift+M, സെയിം ഷോർട്ട് കട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് മോഡിൽ ഈ മെർജിങ് നടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, Ctrl+Shift+M. ഓക്കെ, അപ്പോൾ Ctrl+Shift+M ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എന്താ സെന്ററിലേക്ക് വരും, ഒറിജിൻസ് ഒക്കെ സെന്ററിലേക്ക് വരും. അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ നേരത്തെ സ്കെയിൽ വെച്ച് കാണിച്ചിരുന്നു, അതാണ് അതിൻ്റെ ഒരു ഗുണം. അതുപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ഒറിജിൻ സെന്ററിൽ ഇരിക്കുന്നതിൻ്റെ ഗുണം കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഷോർട്ട് കട്ട്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. Ctrl+Shift+G ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജിയോമെട്രിക്ക് അനുസരിച്ചിട്ട് അത് വരും. Ctrl+Shift+G ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിൻസ് ഒക്കെ ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് കൂടി മൂവ് ആയി. Ctrl+Shift+M ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് മാറിയിട്ട് മാസിന്റെ രീതിയിലേക്ക് വരും. അപ്പോൾ ഞാൻ കൂടുതലും മാസും ജിയോമെട്രിയും ചെയ്യലുണ്ട്, അത് ഡിപ്പെൻസ് ആണ്, ഓരോ വർക്കിനനുസരിച്ചിട്ട് ചെയ്യാറുണ്ട്. എനിവേ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ എന്തെന്ന് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ഇതുവരെ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ ചെയ്യുക. ക്ലീനിങ് ആൻഡ് മെർജിങ് ഒന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാനുള്ളത് പറഞ്ഞ റൊട്ടേഷൻ സ്കെയിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ എറർ വരുമ്പോൾ നമ്മൾ റിലേഷൻസിൽ മേക്ക് സിംഗിൾ കൊടുത്തത് നിങ്ങൾ കണ്ടു, അത് ചെയ്യുക. എന്നിട്ട് വീണ്ടും സ്കെയിൽ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ആയി. അപ്പോൾ ഇഷ്യൂസ് വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യണമെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാനുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് വരും. മൂന്നാമത്തെ മെയിൻ സ്റ്റെപ്പ് ഇതായിരുന്നു, നമ്മൾ ഒറിജിൻസ് സെന്ററിലാക്കി നിർത്തുന്നത്. അപ്പോൾ ഒറിജിൻസ് സെന്ററിൽ എന്ന് പറഞ്ഞാൽ പക്ക സെന്റർ നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ Ctrl+Shift+G ക്ലിക്ക് ചെയ്ത ജിയോമെട്രി അനുസരിച്ച് ആവും. ചിലപ്പോൾ അത് ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് Ctrl+Shift+M ക്ലിക്ക് ചെയ്യാം. ഒബ്ജക്റ്റ് മോഡിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഒബ്ജക്റ്റ് മോഡിൽ ചെയ്യുമ്പോൾ Ctrl+Shift+M ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ എല്ലാ ഒറിജിൻസും അതിന്റെ മാസിനനുസരിച്ച് സെന്ററിലേക്ക് വരും. അതെല്ലാം എഡിറ്റ് മോഡിൽ നിങ്ങൾ Ctrl+Shift+M ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറയുന്ന മെർജിങ്ങിന്റെ കേസ്, ഈ 2 വെർട്ടെക്സ് ഒക്കെ തമ്മിൽ ഓവർലാപ്പ് ഉള്ളതൊക്കെ മെർജ് ആവുന്ന കേസാണ് പറഞ്ഞത്. സോ എഡിറ്റ് മോഡിൽ ഉള്ള ചില ഷോർട്ട് കട്ട്സ് ഒബ്ജക്റ്റ് മോഡിൽ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ രണ്ട് ഫംഗ്ഷനാണ് നടക്കണത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റ് മോഡിലുള്ള അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു ഷോർട്ട് കട്ട്, ഇവിടെ കാണുന്ന ഒരു ഷോർട്ട് കട്ട് ഇവിടെ വന്ന് വേറൊരു ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനതൊക്കെ പിന്നെ നമ്മളെ മറ്റേ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും, ബ്ലെൻഡർ ക്ലാസ്സിൽ. ഓക്കെ, ഇത് വലിയൊരു സംഭവമൊന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ വൺസ് നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്കെച്ചപ്പിൽ നിന്ന് ബ്ലെൻഡറിലേക്ക് കൊണ്ടുവന്ന് റെൻഡർ ചെയ്യുന്ന ഈ രീതി മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലെൻഡറിന്റെ പകുതി പഠിഞ്ഞു എന്നാണ് ഞാൻ പറയുള്ളൂ. ബാക്കി പകുതി മോഡലിംഗ് ആണ്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. സോ ഇപ്പോൾ ഞാൻ ചെറിയൊരു ഷോർട്ടാക്കിയുള്ള ഒരു വീഡിയോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങളവിടെ പതറും. അത് പതറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ 2 ആക്കിയിട്ടോ 3 ആക്കിയിട്ടാവും ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഷോർട്ടാക്കിയിട്ട് ചെറിയ 3 എപ്പിസോഡ് ആക്കിയിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങളിപ്പോൾ എന്താ ചെയ്തത്, ആദ്യം ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. ഒരു സ്കെച്ചപ്പിൽ നിന്ന് ഒരു ഫയൽ കൊണ്ടുവന്നാൽ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. ഒറിജിൻസും സെൻറ്ററാക്കി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കാര്യത്തിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് സേവ് ചെയ്തോ. നമ്മൾ ആദ്യം സേവ് ചെയ്ത് വെച്ചിരുന്നു. വേണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി സേവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സ്റ്റാറിനെ കുറിച്ച് അറിയാം. സ്റ്റാർ ഉദ്ദേശിക്കുന്നത് നമ്മൾ സേവ് അല്ല എന്നുള്ളതിന്റെ മീനിങ് ആണ്. അത് ഏത് സോഫ്റ്റ്വെയറിലും അങ്ങനെ തന്നെ. ഒരു സ്റ്റാർ കാണുമ്പോൾ സേവ് അല്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ Ctrl+S അടിക്കുമ്പോൾ ആ സ്റ്റാർ അവിടെ നിന്ന് പോയി.
ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത കാര്യം സേവ് ചെയ്ത് വെച്ചു. ഇനി നിങ്ങൾക്ക് ചെയ്യാം, അടുത്ത പ്രോസസ്സായിട്ട് വരുന്നത് ഓരോ ഫർണിച്ചേഴ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് എടുത്ത് വെക്കാം. അപ്പോൾ ഈ ഫ്രെയിംസ് എന്ന പേരിൽ നമുക്ക് ഇവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെക്കാം. ബ്ലൈൻഡ്സിനും ബ്ലൈൻഡ്സ് പറഞ്ഞിട്ട് ഫോൾഡർ ഉണ്ടാക്കാം. ഓക്കെ, അല്ലെങ്കിൽ വിൻഡോ സെറ്റ് എന്ന് പറഞ്ഞിട്ട് വിൻഡോയും ബ്ലൈൻഡും ഒക്കെ പാടെ കൂടിയിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്നിനും കാറ്റഗറൈസ് ചെയ്ത് എടുത്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു പ്രോസസ്സ്. നെക്സ്റ്റ് നിങ്ങൾ മോഡലിംഗ് ചെയ്യണില്ലല്ലോ, അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന സ്കെച്ച് ഫയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സെറ്റാക്കി എടുത്തു വെക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, പോസ് ആകുന്നില്ലല്ലോ. ഓക്കെ, സോറി, ഇത് പോസ് ആവുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം.